ശിഷ്യനാകാൻ തീരുമാനിച്ച് സമർപ്പിക്കപ്പെട്ടവൻ യേശുവിനെ അനുഗമിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കും പിന്നെ സ്വന്തമായി ഒരു ജീവിതമെന്ന് പറയുന്ന ജീവിതമില്ല. ശരിയായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഈ ഫോളോ എന്ന വാക്ക് 2 ഉദാഹരണത്തിലൂടെ ഞാനത് പറയാം. ഒന്ന്, അടിമച്ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്ക് പോലെ ഒരു സ്ത്രീയോ പുരുഷനെയോ പണ്ട് കാലത്തൊരു യജമാനൻ വന്ന് പണം കൊടുത്ത് അവനെ സ്വന്തമായി വാങ്ങിയാൽ, ആ അടിമ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ അടിമയ്ക്ക് പിന്നെ ഒരു ലൈഫ് എൻ്റെ ഇഷ്ടമെന്ന് പറയുന്ന ഒരു ഇഷ്ടമില്ല. വില കൊടുത്ത് വാങ്ങിയ യജമാനന്റെ സ്വന്തമാണ്. യജമാനൻ എന്ത് വേണം ചെയ്യാൻ അടിമ ചോദിക്കാനും പറയാനും നോക്കത്തില്ല. ആ അർത്ഥത്തിലാണ് കർത്താവിന്റെ പുറകെ അനുയായി നിൽക്കേണ്ടത്. മനസ്സിലായോ?